കോപ്പിറൈറ്റ് കിട്ടുന്ന അടുത്ത് പോണെന്നോ. പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ ഗായ്സ് കൊറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീണ്ടും എന്നെ വിളിച്ചിട്ട് ഏട്ടോ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫാമിലി ആയിട്ട് എവിടേക്കെങ്കിലും ഒന്ന് പോവാന്ന് വിചാരിച്ചു. ഏട്ടാ ഫാത്തിമ പോന്ന് സൗണ്ട് ഇതിൽ കേക്കണോ? യെസ്, സെല്ലാക്ക് ബീച്ചിലേക്കാ പോകുന്നത്. അപ്പൊ നമ്മളിത് ഇനി നേരെ പോയിട്ട് ആ റൂമിന്ന് ഉമ്മാന വെല്ലുമ്മന പിന്നെ പറയാന അപ്പൊ ഓരെ പിക്ക് ഞാൻ അങ്ങനെ നോക്കിന്ന് എന്താ അറിയോ, അവിടെ സിഗ്നൽ ഇങ്ങനെ കത്തുന്നുണ്ടായിരുന്നു. ചെങ്ങായി കണ്ടിക്കുന്നു നോക്കിയിരുന്നു. നമുക്ക് ഇനി ആ റൂമിൽ പോയിട്ട് ഓലെ കൂട്ടിട്ട് വേണം അങ്ങോട്ട് പോവാൻ. സോറി, നമ്മള് വണ്ടി മാറി കയറണം. ഈ വണ്ടിയിൽ ആടം വരാൻ പോവാനുള്ള പെട്രോൾ ഇല്ല ഗൈസ്. എവിടെ ചെന്നാലും മലയാളി എന്നാണല്ലോ. ബൈ ബൈ പറയാനൊന്നും ആയിട്ടില്ല. അത് മാത്രം ബൈ ബൈ പറയാൻ മാത്രം എനിക്കറിയാം അല്ലേ. പിന്നെ കാണണ്ട ഗൈസ്. നമ്മളിപ്പോ മനാമ ഉള്ളത്, നമ്മളെ കൂടെ വരേണ്ട ആൾക്കാർ, നമ്മള് കൂടെ പോകേണ്ട ആൾക്കാർ ഇവിടെ എത്തിയിട്ടില്ല. അതാ വണ്ടി, അതാ ഈ കാണുന്നതാണെന്നാണ് ഇവൻ പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഈ കാണുന്ന വണ്ടിയാ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഗൈസ്. എന്നാ ചെയ്യും? ആ വണ്ടി കീറില്ല, നിങ്ങളെടുത്തോ, നിങ്ങൾ മുമ്പ് പോ. ആരെങ്കിലൊക്കെ ഒന്ന് എടുക്കുവോ? ഫാത്തിമ ഗ്ലാസ് താത്തൊന്ന് കുട്ടിയോ, ഗ്ലാസ് പൊക്ക ഫാത്തിമ. എന്നെ കണ്ടല്ലേ AC ഇട്ടല്ലടി. അപ്പോന്ന വണ്ടിയിലാണ് നമുക്ക് കേറേണ്ടത്. അപ്പൊ നമുക്ക് ഈ വണ്ടി എവിടെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണോ? ഇവിടെ വൈകുന്നേരം ടൈം വന്ന് നോക്കിയപ്പോ ഇവിടെ ഒരു പാർക്കിംഗും ഇല്ല ഗൈസ്. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വന്നതാണ്. ഈ പാർക്ക് ചെയ്തിട്ട് ദോ കാണുന്ന വണ്ടിയിൽ നമുക്ക് കേറണം. നമ്മള് ഗൈസ് ഇനി നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടി ഇതാട്ടോ. ഡ്രൈവർ സുഖു അളിയൻ, സെറീന അമ്മായി, അമ്മായിന്റെ അമ്മായിയമ്മ കരിഞ്ചാലിയോ ജാനോ ജാനു അതാക്കുന്ന വിളിച്ചിരിക്കുന്നു കാണിക്കില്ലേ എന്ന് പറഞ്ഞിട്ട്. ഓളെ ഞാൻ കാണിക്കൂ, അത് വേറെ കാര്യം. ഗൈസ് ഇവിടെ എല്ലാവരും ചാനൽ തുടങ്ങാനുള്ള പരിപാടിയിലാണ്. ഈ സാധനം ഇപ്പൊ ചാനൽ തുടങ്ങിയിരിക്കും. നിങ്ങളെ ചാനലിന്റെ പേരെന്ന് പറഞ്ഞിട്ട് കണ്ടാൽ നിങ്ങളെ പേരെന്തേതാ? എന്റെ പേര് ഷെറീന, ഫാത്തിമന്റെ പേരാണ് ടിക്ടോക്കിൽ അല്ല യൂട്യൂബ്. ഇവിടെ പിന്നെ ആർക്കും മനസ്സിലാവൂല. അവള് പച്ചത്തട്ടയും കൊണ്ട് എല്ലായിടത്തും മറ്റേ ഇതും കൊണ്ട് വന്നിട്ട്. അപ്പൊ ഇന്ത്യ കണ്ടിട്ടൊന്നും അല്ല കേട്ടോ ഒരു വ്ളോഗൊന്നും തുടങ്ങുന്നില്ല അമ്മായിയെ. കാരണം എന്റെ കോപ്പി അടിക്കല്ലാന്ന്. നിങ്ങൾക്ക് പ്രചോദനമായത് എന്താ ചാനൽ തുടങ്ങാന്? പ്രചോദനം എന്ന് പറഞ്ഞ ഒരു ഇൻസ്പയർ മാസം വരുമാനം കിട്ടുന്നത് പൈസ ഉണ്ടാക്കണോന്നാ പറഞ്ഞ. പൈസ ഉണ്ടാക്കണോന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ പൈസ ഉണ്ടാക്കാൻ. എന്തോട് നിക്കണ്ട ചിന്നോ ചീഞ്ഞോ എന്നെ കാണുന്നുണ്ട്. മുത്തൂര് ലൈക്ക് അടിക്കുന്ന പോലൊക്കെ എനിക്കൊന്ന് ലൈക്ക് അടിക്കണേ. കെഞ്ചുന്നു ഗൈസ്, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. പാത്തുമ്മ പാത്തുമ്മ എന്റെ ചാനലും കൂടിയാ പറയും. പറഞ്ഞുതരാം. പിന്നെ ഇപ്പൊ തുടങ്ങുമ്പോ വ്യൂസ് ഉണ്ടാകാൻ സബ്സ്ക്രൈബർ ഒന്നുമില്ല. ടിക്ടോക്കിൽ ചെയ്യുന്ന വീഡിയോ എടുത്ത് ഞാൻ ഇങ്ങനെ എടുത്ത് ഇടുന്നതാണ് ഗൈസ്. ഈല് പറയുമോ എന്റെ ഈല് പറയും. ക്യാമറ ഇവിടെ ഉള്ളത് ഒരോട് പറയുന്നില്ല.
അതെ ഗൈസ് ബ്ലോക്ക് അതാക്കുന്ന ഗൈസ് നല്ല ഗൈസ്. ഇത് ചെങ്ങായി വണ്ടി വന്ന് സോറി ഗൈസ്. ഇത് അടുത്ത മാസം നാഷണൽ ഡേക്കുള്ള പരിപാടിന്റെ സെറ്റപ്പ് ആട്ടോ. ഇപ്പൊ തന്നെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പഴത്തെ അവിടെ പണിന്റെ നിങ്ങള് വിളിച്ചറിഞ്ഞോ? ആ ഓക്കെ ഇക്ക നമ്മളെ അവിടേക്ക് വന്നതാ. അല്ല ഇവിടെ പറഞ്ഞതാ. ഓക്കെ മെയിൻ ആയിട്ട് നമ്മള് വന്ന സ്ഥലത്ത് എത്തിക്കുന്നു. ഞാൻ പറയട്ടെ ഫാത്തിമ, ഇത് മനസ്സിലാണ്ട ഫാത്തിമ. മെയിൻ ആയിട്ട് നമുക്ക് ഇവന്റെ ഒരു കെയർ ഓഫിലാട്ടോ ഇവിടേക്ക് വന്നത്. നേരെ പോയിട്ട് റൈറ്റ് കണ്ടില്ല ഇവന്റെ പോട്ടെ ഇത് കണ്ടില്ലേ? ഏത് ഇത് ഏത് അതിന് പോവാൻ പറ്റൂലല്ലോ. ഇവിടെ നോ എൻട്രി ആയി ചെയ്തിരിക്കുന്നല്ലോ. ആട്ട് പോവാ. വണ്ടി കേറൂല. കേറും പോട്ടെ. വണ്ടി എടുക്ക. അങ്ങോട്ടേക്ക് എടുക്ക്. ഇല്ല ആട്ട് പോട്ടെ. ആട്ട് വണ്ടി എടുത്തോന്ന്. ഞാൻ ഇതിലാണ് പോലെന്ന്. ഓഫീസിലുള്ളവർക്കൊക്കെ ചിലപ്പോ പോകാൻ പറ്റും. പണിയെടുക്കാൻ പറ്റുന്നല്ലോ. പണിയെടുക്കുന്നല്ലേ പോട്ടെ. ഞാൻ ഇവിടെ പണിയെടുക്കുന്നല്ലേ. പണിയെടുക്കുന്നതാണ്. മറ്റേ പണി സംബന്ധമായിട്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ജല്ലാക്കില് അങ്ങനെ ലാസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. നേരെ പോട്ടെ. ഇതെന്ത് ബീച്ചാടാ? ജല്ലാക്ക് ബീച്ച് ഇതല്ല. അപ്പൊ ഇങ്ങനത്തെ എന്താ പണി എനിക്ക്? ഫാമിലി ഓൺലി. ഇവിടെ ഫാമിലി മാത്രം. ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കസിന്റെ ഒരു ജോലി സംബന്ധമായ ഒരു വിഷയത്തിനാണ്. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ഹെൽത്ത്. പൊന്നാര ഫാത്തിമ ഒന്നവിടെ നിക്കിന്റെ ഫാത്തിമ. എന്റെ ഈ വെള്ളപ്പേനിലൊക്കെ ഞാൻ ചളിയാക്കിയിട്ടുണ്ടെങ്കിലല്ലോ. അവിടെ നിക്ക്. ഞാൻ ഈ ബെൽറ്റൂരട്ടെ. ബെൽറ്റൂര് എന്താ ചെയ്യാ മാക്രാച്ചി. ഈ അമ്മച്ചേ ചളിയാക്കി ചവിട്ടി ചളിയാക്കി. എല്ലാരും വരണോ? പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലം പറയടോ. പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞ ജല്ലാക്ക് ബീച്ചിൽ വന്നിട്ട് ജല്ലാക്ക് ബീച്ചിക്ക് മെയിൻ ബീച്ചിക്ക് പോകുന്നിടത്ത് തന്നെ റൈറ്റ് സൈഡ് കാണാം റിസോർട്ടിന്റെ പേര്. സ്പ്രേയിങ് ഈ വീഡിയോ എടുത്തില്ല? വീഡിയോയിലുണ്ട് ഗൈസ്. ഞാൻ തുടങ്ങിയില്ല. ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത് പണിക്ക് വരുന്നതാണ്. സോ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്ട്രബിൾ ആണ്. അതിന് നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനത് ഇതിൽ മെൻഷൻ ചെയ്യാം. ഇങ്ങനത്തെ കയാക്കിങ് പരിപാടികളൊക്കെ ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ചിന്നു നമ്മളെ സ്വന്തം പെങ്ങളാണ്. എന്നാലും ഇങ്ങോട്ട് വാരി നല്ലൊരു സീനറി ഗൈസ്. ഇവിടെ എന്തൊക്കെ ഉള്ളത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ ഇതാ ഇവിടെ പണിക്ക് വന്ന ഇപ്പം തന്നെ പറഞ്ഞു നമുക്ക്. ഇത് കരാക്കിങ് അല്ലടാ, കയാക്കിങ്. ഇത് വരുന്ന എത്ര 3BD അങ്ങനെയാണ് വരുന്നത്. എത്ര ആൾക്ക് പോയാല്? ഇത് സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്, പിന്നെ 4 ആയിട്ട് വരുന്ന. തോണി കയറാൻ പറ്റൂല മോളെ. ഇത് പറഞ്ഞാല് മിനിറ്റിന് 1 ദിനാറ്. എങ്ങനെ മിനിറ്റിന്? മണിക്കൂറാണോ മിനിറ്റാണോ? മണിക്കൂറല്ല, 1 മിനിറ്റിന് 1 ദിനാറ്. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ. 20 മിനിറ്റിനൊക്കെ 20 ദിനാറ് അങ്ങനെയൊക്കെ ആൾക്കാരെടുക്കണം അറബികള്. ക്ലിയർ ഇല്ല, വെളിച്ചാടുന്ന അടിക്കുന്നേ. ഇങ്ങോട്ടൊന്ന് നിർക്കൊടുക്കണം ഗൈസ്. സാധനം റേഞ്ച് വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. നിങ്ങൾക്ക് വേണേ നമ്മള് ഓട്ടി കാണിച്ചു തരൂ. അത്ര ഒന്നുമില്ല, വീഡിയോ കാണിച്ചു. വേണ്ട വിശ്വസിച്ച്. ഇപ്പൊ ഗൈസ് മെയിൻ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇവന്റെ പണി സംബന്ധമായിട്ടുള്ള കുറച്ച് പരിപാടി ഇവിടെ ക്ലിയർ ആക്കാണ്ട്. ഇവിടെ എന്താ ഫാമിലി ഉള്ളി എഴുതിയ സംഭവം? ഫാമിലീസിന് വരാൻ ഇത് റിസോർട്ടാ. ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കായക്കിങ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. നമ്മളെ ഈ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനും ഇവനുമാണ് ആദ്യം പോകുന്നത്. കാരണം ഇവനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് തൊയ്യാൻ പറ്റുള്ളൂ. ഞാൻ വീഡിയോ എടുക്കേണ്ടിയിട്ട് അതായത് നമ്മളെ ഇവിടെ ഉള്ളൊരു ആളാട്ടോ. അത് എന്തുവാടാ നിന്റെ വീഡിയോ എടുത്താല്? എനിക്ക് എന്താ അറിയില്ല ഗൈസ്. നിങ്ങൾക്ക് എന്താ അറിയോ?
ഇതാ മുട്ടിന്റെ അത്ര വെള്ളമുള്ളു, നീന്തന്റെ ആവശ്യമൊന്നുമില്ല. തള്ളിന് ഭയങ്കര. പിന്നെ ഇങ്ങനെ തിന്നിടുന്നാ മതി. വെറുതെ ഇത് വെറുതെ ഇരുന്നല്ല. യോ ഒലക്ക രണ്ട് വണ്ടി ഇവിടെ ഇല്ല. നമ്മൾ ഇവിടുന്ന് ഇത് സോറി വണ്ടി നോക്കായി പോകുന്നുണ്ട്. ഈ സാധനം തൊഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്ത് എത്തി കഴിഞ്ഞാല് ഒന്ന് കാണാൻ പറ്റും. കിടന്ന് വലിഞ്ഞ് ഷൂസ് അയക്കണം ഗൈസ്. ഷൂ ഒക്കെ അയക്കേണ്ടി വരും, ഇല്ല ഷൂ പണിയായി കിട്ടും. ഞാൻ കേട്ടാ നിക്ക് ഇങ്ങനെ ഞാൻ ഇരിക്കുന്ന സാധനം ഇങ്ങോട്ട് നോക്ക്. മോളെങ്ങോട്ട് പോയി? മുത്തായിരിക്കുന്നത് ചെരിഞ്ഞു പോകും ഒരു സൈഡ്. ഫ്രണ്ട് താന്നുപോയല്ലോ. എടാ ഫോണ് പോയാ പോയി. പരീക്ഷണമാണിത്. പരീക്ഷണം വിജയിച്ചാ മതിയായിരുന്നു. തൊയ്യുന്നുണ്ട് ഗൈസ്. ഫസ്റ്റ് ടൈം ആണെന്ന് പറയില്ല കേട്ടോ. വാവ്, ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. വെള്ളം വന്നിട്ട് കേറിയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. കേറിയിരിക്കുന്നു ലാസ്റ്റ്. എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ടേ ഫാത്തിമ അടങ്ങുള്ളൂ. ഇത് നല്ലൊരു സെറ്റപ്പാ ഗൈസ്. എന്താ ഹൈസ്, നിങ്ങളൊക്കെ ഇവിടെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണോ? ഇവിടെ എത്ര പൈസ? ഇതിന് ഉള്ളിൽ കയറാൻ അതെ, ഉള്ളിലേക്ക് വരാൻ 3 ദിനാർ. ഇതൊക്കെ സെപ്പറേറ്റാ? അതിന് സെപ്പറേറ്റാ. സെപ്പറേറ്റ് എനിക്ക് തോന്നുന്നു റിസോർട്ടിന്റെ ഉള്ളിൽ കയറാനുള്ള പൈസ ആണ് അത്. റിസോർട്ടിന്റെ ഇവിടുത്തെ ഈ ആംബിയൻസ് നല്ലതാണ്. ഇത് കാണിക്ക് സൺറൈസ്. അതെ ഗൈസ്, ഇതൊരു സൺറൈസ് കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ കയാക്കിംഗ് ഒക്കെ ചെയ്ത് അതുപോലെ തന്നെ ആ ഒരു സംഭവം കണ്ടോ, ആ കടലിന്റെ നടുവ് കൂടിയൊരു സംഭവം. നല്ല ഫോട്ടോസ്, അതേപോലെ കടൽ തീരത്തുള്ള നല്ലൊരു സെറ്റപ്പ്. ഇങ്ങനെ കുത്തിരുന്ന് ക്യാൻറ്റീൻ, ഇവിടെ ബേക്കിൽ ക്യാൻറ്റീൻ ഒക്കെ ഉണ്ട് ഗൈസ്. ക്യാൻറ്റീന് ചായ ഒക്കെ കുടിച്ച് ഒരു വൈകുന്നേരം നല്ലോണം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ട്രെയിൻ. ഞങ്ങളോട് കൂടിയിട്ട് വെള്ളത്തിൽ കളിക്കല്ല ഫാത്തിമ. അടിപൊളി. ഒരു വൈകുന്നേരം നല്ലോണം സ്പെൻഡ് ചെയ്യാല്ലേ. പിന്നെ വലിയ പേടിക്കാനൊന്നുമില്ല. അതെ അതെ അതെ, വലിയ പേടിക്കാനൊന്നുമില്ല. ഇതിപ്പോ മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളെ മുട്ടിന്റെ എത്ര വെള്ളമുള്ളൂ. ഇതാരാ നമ്മളെപ്പോഴുള്ള നോക്ക്? ഫാത്തിമ. ഫാത്തിമ കയറി കുത്തിരിക്കുന്നതാണ്. പിന്നെന്താ മനുഷ്യന്മാർ, ഇങ്ങൾക്കൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. ഫീൽ ആൻഡ് സ്റ്റോറീസ്. എന്റെ അടുത്ത് പോണെന്നോ? ആയ കൂടുന്നുണ്ട്, ആയ കൂടുന്നുണ്ട്. ഇവിടെ അന്ന് വന്നല്ലേ, നമ്മൾ അവിടം വരെ പോയതല്ല അന്ന്. ഗൈസ്, മോഹൻലാൽ പറയുന്ന മാതിരി ഉയരം കൂടും തോറും എന്താ പറയാ, ചായ ടേസ്റ്റ് കൂടും എന്ന് പറഞ്ഞ മാതിരി ആയം കൂടും തോറും വണ്ടിയുടെ സ്പീഡും കൂടുന്നുണ്ട് ഗൈസ്. പക്ഷെ ഇവൻ ഒറ്റക്കാട്ട ഇവിടെ നിന്ന് തൊയ്യുന്നു. വെള്ളമൊക്കെ ആയിട്ടുണ്ട്, നോ പ്രോബ്ലം. ഒന്ന് മിണ്ടാണിക്കിന്റെ ഫാത്തിമ, എന്നെ ഞാൻ എന്താണ് കൂട്ടാത്ത? അപ്പൊ ഇപ്പൊ പ്രശ്നമാവും ഫാത്തിമ. ഗൈസ്, കയാക്കിങ് ഒന്നായി തോണിയാക്കി മാറ്റിയിട്ടുണ്ട്. കയാക്കിങ് ഒക്കെ ഒന്നായിട്ട് ചിന്ന തോണിയാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങോട്ട് കയറണ്ട, എല്ലാവർക്കും ഒന്നിച്ച് പോവാനാ. ഇപ്പൊ പോയി നമ്മള് കായികം ഒക്കെ ചെയ്ത് നിങ്ങൾ കണ്ടിരിക്കുന്നല്ലോ, അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ പല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും വരാനുണ്ട് ഒരുപാട്. ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് ഗൈസ്. എല്ലാരും വന്ന് വിസിറ്റ് ചെയ്യുക. അടിപൊളിയാണ്, നല്ല ഓഫറിന് തരും. ഓക്കെ, പ്രത്യേകിച്ച് അവന്റെ പേര് പറഞ്ഞാൽ ലേസോ ഓഫറിൽ കിട്ടാൻ മതി. ഞാനവിടെ ഉണ്ടാവും, എന്റെ പേര് അറിയ കാര്യമല്ല. ആ ഗഫൂർ കാ ദോസ്ത് എന്ന് പറയുന്ന മാതിരി ഷമീം കാ ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി ഗൈസ്.
അപ്പൊ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പൊ ഗായ്സ് ഇങ്ങോട്ട് വാ പറയ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്.